പറഞ്ഞ വാക്കുകളാണിത്. ഇതൊന്ന് കേട്ടു. അന്ന് തന്നെ പ്രസ്സുമായിട്ട് ഇതുപോലൊരു കൂടിക്കാഴ്ചയുണ്ട് എന്ന് തീരുമാനിച്ചിരുന്നു. റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഈ പ്രസ് മീറ്റിൽ അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടാകും എന്നെനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ആദ്യം ഞാൻ സംഘാടകരോട് പറഞ്ഞത്, ഫോഴ്സ കൊച്ചിയുടെ പ്രസ് മീറ്റ് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ അവർക്ക് അവസരമുണ്ടാകണം, ഉത്തരം പറയാൻ എനിക്ക് സമയവും ഉണ്ടാകണം. നമ്മൾ ആരെയാണോ കാത്തിരുന്നത് ഈ ഒരു കാര്യം പറയാൻ, എന്നാൽ അവരുടെ വായിൽ നിന്നല്ല ഇതുപോലുള്ള മറുപടി വന്നത്. നമ്മളെല്ലാവരും കാത്തിരുന്നത് മമ്മൂക്കയോ ലാലേട്ടനെയോ ആയിരിക്കും. കാരണം മലയാളത്തിൻ്റെ ബിഗ് MS, ആ അമ്മ സംഘടനയിലെ മുൻപന്തിയിൽ നിൽക്കുന്ന 2 മികച്ച നടന്മാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ 2 നടന്മാർ എവിടെ? എന്തുകൊണ്ട് ഇതുവരെ അവർ ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല? അമ്മ എന്ന സംഘടനയുടെ ഇമേജ് തന്നെ തായിലേക്ക് വീണു പോകുന്ന ഈ അവസ്ഥയിൽ നമ്മൾ ആരൊക്കെയാണ് സംസാരിക്കേണ്ടത് എന്ന് വിചാരിച്ച് നിന്നെടുത്താണ് പൃഥ്വിരാജ് വന്ന് ഈ ഒരു മാസ് കാണിച്ചിരിക്കുന്നത്. കാരണം ആ ഒരു ലോഞ്ചിൽ ഇവർ ഇതിനെക്കുറിച്ച് ചോദിക്കും. അതുകൊണ്ട് മറ്റൊരു സോഷ്യൽ മീഡിയക്ക് മുമ്പിൽ പോകാതെ ആ പ്രസ് മീറ്റിൽ അവർക്ക് എന്നോട് അതിനെക്കുറിച്ച് ചോദിക്കാനുള്ള സമയം നൽകണമെന്ന് പറഞ്ഞ് മുന്നിട്ട് വന്ന പൃഥ്വിരാജ് സിനിമയെ വെല്ലുന്ന മാസ് സീനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ബിഗ് MS എവിടെ? അവളെ സിനിമയുടെ ക്രെഡിബിലിറ്റി എന്ന നഷ്ടപ്പെടുന്ന, ആ സംഘടനയുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്ന ഈ അവസ്ഥയിൽ ഇവർ രണ്ടുപേരും എന്തുകൊണ്ട് മുന്നിട്ട് വരുന്നില്ല എന്നുള്ളത് ഓരോ മലയാളികളും ചിന്തിക്കുന്ന കാര്യമായിരിക്കും. കാരണം ഇത്രയും ഒരു വലിയ പ്രശ്നം നടന്നിട്ടും മലയാള സിനിമയുടെയും അതുപോലെ ആ സംഘടനയുടെയും മലയാള നടന്മാരുടെയും ക്രെഡിബിലിറ്റി താഴേക്ക് പോകുമ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അതിൽ ലാലേട്ടൻ എന്ന് പറയുന്നത് അതിൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. ഇത്രയും ദിവസമായി ഇതിനു മുന്നിൽ വന്ന് സംസാരിക്കാൻ അവർ വൈകിയത് എന്താണെന്ന് ഓരോ മലയാളികളും ചിന്തിക്കുന്നുണ്ടാവും. ഇവിടെ രഞ്ജി പണിക്കർ വന്ന് കയ്യടി നേടുന്നു, അതുപോലെ തന്നെ ടോവിനോ വന്ന് സംസാരിക്കുന്നു, ജഗദീഷ് തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നു. കൃത്യമായി ഒരു മറുപടി ആരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചോ അവരല്ലാതെ പൃഥ്വിരാജിൽ നിന്നൊരു കൃത്യമായ മറുപടി മീഡിയക്ക് മുമ്പിൽ താൻ പറഞ്ഞിരിക്കുകയാണ്. ഓരോ വ്യക്തി, ഓരോ ഫാൻസുകാരും ആഗ്രഹിച്ചിട്ടുണ്ടാവും അവർ രണ്ടുപേരും വരാത്തത് എന്ത്? മീഡിയയിൽ ഇത്രയധികം ട്രോളുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് 2 ബിഗ് MS ഇതിനെക്കുറിച്ച് സംസാരിക്കാതെ സൈലൻ്റ് ആയിരിക്കണം? അവരുടെ വീട്ടിൽ ഒരു പ്രശ്നം വന്നപ്പോൾ അവർ എന്തുകൊണ്ട് ഇതിനെതിരെ പ്രതികരിച്ചില്ല? കാരണം അവരെ രണ്ടുപേരെയും നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. ഒരാൾ പൗരുഷത്തിൻ്റെ ശബ്ദം എന്നാണ് വിശേഷിപ്പിക്കാറ്. മറ്റു ഭാഗത്ത് നിന്ന് അതിനെതിരെ ഒരു പ്രവൃത്തിയും കാണാതിരിക്കുമ്പോൾ ഓരോ മലയാളികളും ചോദിച്ചു പോകും. നിലപാട് വ്യക്തമാക്കിയതിൻ്റെ പേരിൽ ഫാൻസിൻ്റെ പങ്കാളിയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യുക അവരുടെ ആ നിലപാടുകളെ കുറിച്ച്.